സാധാരണ നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കാണുമ്പോൾ അതൊരു ടാലന്റ് ഓർ എന്റർടൈൻമെന്റ് ഷോയായി തോന്നിയേക്കാം. എന്നാൽ അതിനു പിന്നിൽ വലിയൊരു അൽഗോരിതം ഉണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ ഓരോ ഗെയിമിന്റെ പുറകിലും ഒരു ഡാറ്റ അനലൈസിസ് ഉള്ളതായി നമുക്ക് കാണാം. എതിരാളിയുടെ പ്രീവിയസ് മാച്ചസ് അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പാറ്റേൺസ് ആൻഡ് വീക്ക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വിന്നിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഫുട്ബോളിൽ റൊണാൾഡോയും മെസ്സിയും ഒക്കെ കളിക്കുമ്പോൾ അവരുടെ എതിർ ടീമിന്റെ പാറ്റേൺസ് ആൻഡ് മൂവ്മെന്റ്സ് അനലൈസ് ചെയ്യുന്നു. അതുവഴി അവരുടെ നെക്സ്റ്റ് മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്ലെയേഴ്സിനെയും മറികടന്നുകൊണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി എവിടെ നിന്ന് ഗോളാകാനുള്ള സാധ്യതയുണ്ട്, ആരിലേക്ക് ബോൾ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നിവയെല്ലാം ഡാറ്റ അനാലിസിസിന്റെ സഹായത്തോടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിക്കറ്റിൽ ഒരു ബൗളർ എങ്ങോട്ട് പന്തെറിയുന്നു, ബാറ്റ്സ്മാൻ എവിടേക്ക് പന്തടിക്കുന്നു എന്നിവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഫീൽഡിംഗ് പൊസിഷൻ ഡാറ്റ അനാലിസിസിന്റെ സഹായത്തോടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതെല്ലാം ഒരു വലിയ ഡാറ്റ അനാലിസിസിന്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ഗെയിംസിന്റെ പുറകിലും അസാധാരണമായ ചില കണക്കുകൂട്ടലുകളുണ്ട്. സ്പോർട്സിൽ മാത്രമല്ല, മറ്റ് ഏതൊരു ഫീൽഡിലും ഇന്ന് ഡാറ്റ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് ഏറിക്കൊണ്ടിരിക്കുന്നു. മെസ്സി ഓർ റൊണാൾഡോ, ഇവരിൽ ആരുടെ മൂവ്മെന്റ്സ് ആണ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് കമന്റ് ചെയ്യും. ഡാറ്റാ സയൻസിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ പേജ് ഫോളോ ചെയ്യൂ.